എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫോണിലാണ് ഇതിലാണ് സംസാരിക്കുന്നത്. എനിക്ക് മൈക്കോ ഞാൻ വെറും എന്താ പറയുക, ഒന്നുമില്ലാത്ത ഒരു പിച്ചക്കാരി തന്നെയാണ്. അതുകൊണ്ടാണ് ചാനൽ തുടങ്ങിയത്. പിച്ചക്കാരി ആയതുകൊണ്ട് തന്നെയാണ് ഒരു ചാനൽ തുടങ്ങാമെന്ന് വെച്ചാൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ. എനിക്ക് വലിയ അറിവും ബോധവും ബുദ്ധിയൊന്നും ഇല്ല. അപ്പം എനിക്ക് മൈക്കില്ല, എനിക്ക് പിന്നെ ഇതിൽ ഇത് ഫോണിൽ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്യണം അങ്ങനെ ഒന്നും എനിക്കില്ല, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല, ഉള്ളതും ഇല്ലാത്തതൊന്നും അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര്, അപ്പം അതിന് കുറച്ച് രണ്ട് വിഭാഗക്കാർക്കുള്ള മറുപടിയാണേ. അപ്പം അതിൽ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞതൊന്നും അവർക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പം അതിനുള്ള മറുപടി ഞാൻ ആദ്യം പറയാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ മറ്റേ മഷൂറ ഫാത്തിമ ഇല്ലേ, മഷൂറ ഫാത്തിമ തിരുവനന്തപുരത്ത് ആ ഇത്താനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരും 3 കൊച്ചുങ്ങളും. അപ്പം അവരുടെ ഭർത്താവ് മരിച്ചുപോയി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പം അങ്ങനെ അപ്പം അതിൽ പിന്നെ അതുപോലെയാണ് ഞാനും ഒരു കാലഘട്ടത്തിൽ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത്. ഞാനും അതേ രീതിയിൽ റബ്ബർ പാലെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 3-4 ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും തുച്ഛമായ പൈസയ്ക്കാണ് ചെയ്തത്. ഒരു 20 വർഷത്തിന് മുമ്പ്. 20 വർഷമായി, മുമ്പല്ല, 20 വർഷം ആവുന്നു. അപ്പം ഞാനും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാനൊരു കുഞ്ഞിനെ വളർത്തിയത്. ഞാനാണെങ്കിൽ റബ്ബർ പാലെടുക്കാൻ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് 2 വയസ്സൊക്കെ 2-3 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ചിലപ്പോൾ വീട്ടിൽ ആൾ കാണും, ചിലപ്പോൾ വീട്ടിൽ ആൾ കാണത്തില്ല. ആളെൻ്റെ അമ്മയോ എല്ലാവരും ജോലിക്കും വേലയ്ക്കും ഒക്കെ ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ വേറെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മിക്ക വീടുകളിൽ നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവർ. അപ്പോൾ വീടുകളിലൊന്നും ആൾ കാണത്തില്ല. അപ്പം ഞാൻ എന്തോ ചെയ്യും, എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകുന്ന പല അവസരവും ഉണ്ടായിട്ടുണ്ട്. ഒരേ റബ്ബറിൻ്റെ ചുവട്ടിൽ പോകുമ്പോഴും കുഞ്ഞിൻ്റെ കൈ ഒരു കയ്യിൽ എൻ്റെ ബക്കറ്റിൽ റബ്ബറും പാല് കാണും, ഒരു കയ്യിൽ എൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അവനെ കൊണ്ടുപോകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ വീട്ടിൽ ആളുണ്ടെങ്കിൽ വീട്ടിലിരുത്തിയിട്ട് പോകും. അന്നേരം അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത്. അപ്പം അതുപോലെയാണ് ഇപ്പം മുഷൂറ ഫാത്തിമയും അതുപോലെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവരും അതേപോലെ കഷ്ടപ്പെട്ടാണ് ആ 3 കുഞ്ഞുങ്ങളെയും വളർത്തുന്നത്. അല്ലാതെ ആരുടെയും മുമ്പിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചോദിക്കുന്നില്ല. പിന്നെ അവർ ഒരു വീട് വെച്ചു. അപ്പം അതിനവർ ചെറിയ സഹായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത്. പിന്നെ ഒരു വിഭാഗക്കാർ പിന്നെ ഇതൊന്നുമില്ലാതെ നമ്മൾ വീഡിയോസിലും അതിലും ഇതിലുമൊക്കെ വന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ആളിൻ്റെ പേരോ ആ ആളിൻ്റെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ടോ അവരുടെ ഫോട്ടോ കാണിച്ചിട്ടോ അവരുടെ വീഡിയോസ് കാണിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇതിലൂടെ അവരുടെ ചാനലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ കാണാറ്. ചിലപ്പോൾ കാണുമ്പം ഞാനിങ്ങനെ ഓരോരുത്തരുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ കാണും. ഞാൻ അല്ലാതെ അവരുടെ ചാനലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ജോലി, അവർ യൂട്യൂബറാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് ഉള്ള വരുമാനത്തിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്. അല്ലാതെ അവരാരുടെ മുമ്പിൽ ചെന്നിന്ന് നോക്കി ചോദിച്ചു മേടിക്കുന്നൊന്നുമല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം അത് പറഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റിന് വന്നിട്ടുണ്ട്, കമൻ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കെന്തോ അപ്പം ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സഹായം കൊടുക്കുന്നവർ മേടിച്ചോട്ടെ, മനസ്സുള്ളവർ സഹായിക്കും. അങ്ങനെ അവർ സഹായിക്കണവർ സഹായിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ചുമതലയും
അല്ലേ? അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മുഷറാക്കും നന്നായിട്ട് സഹായങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടിക്കോട്ടെ. അങ്ങനെ ഉള്ള പാവപ്പെട്ട ആൾക്കാർക്ക് വേണം കിട്ടാൻ, അർഹതപ്പെട്ടവർക്ക് വേണം കിട്ടാൻ എന്നാണ് ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഈ പ്രസിദ്ധ വ്യക്തിയെ പിന്നെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്ക് അവരെ പറഞ്ഞിട്ടുള്ള റീച്ചും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ നമ്മുടെ അപ്പന്മാർ കളഞ്ഞിട്ട് പോകുന്ന മക്കളെ നമ്മളെ സ്വന്തം അധ്വാനത്തിൽ വളർത്തണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് എന്താ അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലല്ലോ കിട്ടണ്ടെന്നൊന്നും. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടണമെന്നും പറഞ്ഞില്ല, കിട്ടണ്ടെന്നും പറഞ്ഞില്ല. ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ തന്നെ കമൻറ്റ് കിട്ടുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നത്. ഞാൻ നിങ്ങളോട് ആരോടും മല്ല് പിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾക്ക് മറുപടി പറയാനോ ഒന്നും എനിക്ക് സമയവും ഇല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള ജോലികളുണ്ട്. ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഞ്ഞ് ചാനൽ തുടങ്ങി. അപ്പോൾ എന്നോട് നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വന്ന് കാശ് കിട്ടാനല്ലേ എന്ന്. അതേ കാശ് കിട്ടാൻ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. എല്ലാവർക്കും കാശ് കിട്ടാൻ തന്നെയല്ലേ ചാനൽ തുടങ്ങുന്നത്. അല്ലെ ചുമ്മാതൊന്നും അല്ലല്ലോ ആരും ചാനൽ തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ചുമ്മാതല്ല ചാനൽ തുടങ്ങുന്നത്. എല്ലാവർക്കും കാശ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ചാനൽ തുടങ്ങുന്നത്. അല്ലാതെ ചുമ്മാതെ ആരും തുടങ്ങത്തില്ല. എനിക്കാണെങ്കിൽ 1000 സബ്സ്ക്രൈബറെ ഇതുവരെ ആയിട്ടുള്ളൂ. ഞാൻ 3-4 മാസം 6-7 മാസം കൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് കേട്ടോ. അപ്പം എല്ലാവരും ചാനൽ തുടങ്ങുന്ന എന്തെങ്കിലും വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും തുടങ്ങുന്നത്. അല്ലാതെ ആരും ചുമ്മാത് ചാനൽ ഇത്രയും നേരമൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത് വെറുതെ അല്ലല്ലോ. എല്ലാവരും അതിന് എന്തെങ്കിലും വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്കാരെയും സബ്സ്ക്രൈബർ കൂട്ടാനല്ലേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബർ കൂട്ടാനല്ലേ ചാനൽ തുടങ്ങിയെന്ന് എന്താണ്ടൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ അന്നേരം എല്ലാവരും അതിന് തന്നെയാണ് ചാനൽ തുടങ്ങുന്നത്. എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചാനൽ തുടങ്ങുന്നത്. അപ്പം നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് യൂട്യൂബുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞാനൊരു കുഞ്ഞ് ചാനൽ തുടങ്ങി. അതിൽ എന്നാൽ കഴിയണത് ഞാൻ ഇടുന്നു. എൻ്റെ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുടെ ആരുടെയും കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഞാൻ ഈ ബാത്തിമയെക്കുറിച്ച് അവരെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനും ഒരു സമയത്ത് ഒരു 20 വർഷം ആവാറായി. ഞാനും റബ്ബർ പാലെടുത്തും പിന്നെ വിറക് പറക്കിയും പോച്ച പറിച്ചും ഒക്കെ തന്നെയാണ് അരി ഇടിച്ചു കൊടുത്തും ഒക്കെ തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത്. അപ്പം നമ്മളെപ്പോലെ ഉള്ളവരെ ഒന്ന് സഹായിക്കാൻ അന്നൊന്നും ആരും ഇല്ലായിരുന്നു. ഇപ്പം യൂട്യൂബിലൊക്കെ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴെങ്കിലും കുഞ്ഞുങ്ങളെ അമ്മമാരെയൊക്കെ സഹായിക്കാൻ ഒരുപാട് പേര് ഉണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ് ഓരോരുത്തർ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഇരുന്ന് വീഡിയോസൊക്കെ ചെയ്യുകയും അപ്പോൾ ആ പാവപ്പെട്ട വീട്ടിലെ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് നല്ല ആൾക്കാരുണ്ട് സഹായിക്കാൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ സഹായിക്കട്ടെ. ഇപ്പം ഫാത്തിമയുടെ കാര്യം പറയാം. അവർക്ക് 3 കൊച്ചുങ്ങളാണ്. അവരെ സഹായിക്കട്ടെ. അവരെ സഹായിച്ചത് ആ കുഞ്ഞുങ്ങൾക്ക് പിന്നെ അവർക്ക് സാധനങ്ങളൊക്കെ വന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അത് ഞാൻ പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അതിന് ഇത്രമാത്രം വന്ന് എന്നെ ഇങ്ങനെ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ എന്താണ് നിങ്ങൾക്കെല്ലാം സഹിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ ഇതിൽ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞ് എൻ്റെ ചാനൽ നിർത്തിയിട്ട് പോകാൻ? ഞാൻ ചാനൽ തുടങ്ങി നിർത്തിയിട്ട് പോകാനല്ല. നിർത്തിയിട്ട് പോകാനല്ല ഞാൻ ചാനൽ തുടങ്ങി. ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. എനിക്കിപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഒരു പ്രസിദ്ധ വ്യക്തിയുടെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഞാൻ അവരെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും അച്ഛന്മാർ കളഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് മരിച്ചു പോകുന്ന ഭാര്യമാരും മക്കളും ഉണ്ട്. അവരൊക്കെ ജീവിക്കണില്ലേ? അവരാരും ജീവിക്കാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ടെന്ന് ഞാൻ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് വളർത്തണം. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി അല്ലെങ്കിൽ ആരും കൈ നീട്ടണ്ട. നമ്മുടെ കഷ്ടപ്പാടുകൾ പറയുമ്പം ചിലരൊക്കെ
അങ്ങനെയാണല്ലോ ഓരോരുത്തരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഫാത്തിമയുടെ കാര്യം പറഞ്ഞാലും അവരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ആൾക്കാർ അവരെ സഹായിക്കുന്നതാണ്. അല്ലാതെ അവരാരോടും ചോദിച്ചിട്ടില്ല. പിന്നെ അവരുടെ വീട് വെക്കാൻ അവർ ചെറിയ സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതവർ ചെറിയ ചെറിയ സഹായങ്ങളാണ് അവർ ചോദിച്ചത്. അത് കൊടുത്തവരും ഉണ്ടെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എന്നാലും ഈ അവർക്ക് ആ കുട്ടികൾക്ക് തുണികളും ഒക്കെ വന്നപ്പോഴത്തേന് അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നി. ഞാനത് കാണുന്ന ചാനലാണ്, ഞാൻ ആ തയുടെ ചാനൽ ഞാൻ കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അതൊന്ന് പറഞ്ഞൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം നിങ്ങൾ പറയുന്ന ആ പ്രസിദ്ധ വ്യക്തിയൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ പേരോ അവരുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ അവരെ വീഡിയോ വെച്ചിട്ടോ അവരെ ഫോട്ടോ വെച്ചിട്ടോ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അവർക്ക് നേരെ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നത് ഇവിടെ കമൻ്റായിട്ട് കൊണ്ടുവന്ന് ഇടുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് ആ വ്യക്തിയാണ് ഞാൻ പറഞ്ഞതെന്ന്. അപ്പം ഇങ്ങനെ അച്ഛന്മാർ കളഞ്ഞിട്ട് പോകുന്നത് മക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തണം. ഒരു കുട്ടികൾ ഉണ്ടായിരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ് അവരെ നമ്മൾ വളർത്തേണ്ടത്. അതിപ്പോൾ അമ്മ ഇട്ടിട്ട് പോയാലും അച്ഛൻ ഇട്ടിട്ട് പോയാലും ഒക്കെ നമ്മൾ സ്വന്തം മാതാപിതാക്കളുടെ കടമയാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത്. കഷ്ടപ്പെട്ട് തന്നെ വളർത്തണം. മറ്റുള്ളവർ തന്ന് നമ്മൾ എത്ര നാൾ വളർത്തും? നമ്മൾ എത്ര നാൾ വളർത്തും? ഒരാൾ നമ്മളെ സഹായിച്ചെന്നിരിക്കട്ടെ, അത് അവർ ഉള്ള കാലം മൊത്തം നമ്മളെ സഹായിച്ച് ആ ചിലവിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ? അത് എത്ര നാൾ പറ്റും? നമുക്കുള്ളവർ നമ്മുടെ കൂടപ്പറപ്പുകൾ തന്നെ നമുക്ക് എത്ര നാൾ തന്ന് നമുക്ക് വളർത്താൻ പറ്റും? അതിനൊക്കെ ഒരു എന്താ പറയണ ഒരിതുണ്ട്, ഒരു ലിമിറ്റുണ്ട്. അവർ തരുന്നതിന് പരിധിയുണ്ട്. അതുവരെ അവരെ നമുക്ക് തരത്തുള്ളൂ. പിന്നെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് അവരെ വളർത്തണം. പിന്നൊരു കാര്യവും കൂടെ ഉണ്ട്. മറ്റുള്ളവർ തരുന്ന കൊണ്ട് വളർത്തുന്നതും നമ്മൾ സ്വയം അധ്വാനിച്ച് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ളതാണ്. അതുണ്ട്. അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ മുഷറ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചത്. അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഈ പ്രസിദ്ധ വ്യക്തിയെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതാണ് ഞാൻ പറഞ്ഞു എന്ന്. ഞാനിങ്ങനെ പറഞ്ഞു, കുട്ടികൾ അപ്പന്മാർ ഇട്ടിട്ട് പോണ മക്കളെ ഇങ്ങനെ മറ്റുള്ള ചാനലുകളൊക്കെ ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പം വളരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കാശ് കിട്ടും. നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കാശ് കിട്ടും. അപ്പം അതുകൊണ്ട് ജീവിക്കാം, ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ സമയത്ത് ഈ ഫോണൊന്നുമില്ല, ടച്ച് ഫോണൊന്നുമില്ല, കുഞ്ഞു മൊബൈൽ ഫോണായിരുന്നു. ഞാനൊക്കെ എൻ്റെ ചെറുതിൽ എനിക്ക് അന്നൊന്നും ഫോണൊന്നുമില്ല. അത് ഉള്ളത് തന്നെ കുഞ്ഞ് ഈ നോക്കിയയുടെ സെറ്റിലെ മൊബൈലാണ് ഉള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലൊന്നും ഞാൻ അവരെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ ഈ എന്തോരം ആൾക്കാർ അവരെ വെച്ചിട്ട് പിന്നെ റീച്ച് ഉണ്ടാക്കി പിന്നെ അവർ വെച്ചിട്ട് പിന്നെ വീഡിയോ ഇടുന്നു. അവരെയൊക്കെ നിങ്ങൾ എന്ത് പറയും? ഞാനൊന്നും പറയാത്ത എന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ എന്ത് പറയും? അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് കമൻ്റ് ഇട്ട് എന്നെ മോശക്കാരിയാക്കാനും എന്നെ പിന്നെ ഒരു വല്ലാത്തൊരു രീതി, എന്നിട്ട് എന്തൊക്കെയാണ് എന്നോട് എൻ്റെ കമൻറ്റിൽ ബോക്സിൽ വന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തൊക്കെ പറഞ്ഞ്, എന്നെ കാണാൻ കൊള്ളൂല, നിൻ്റെ മോന്ത എന്തോ പോലെ ഇരിക്കുന്നു, നിൻ്റെ ചാനൽ ആര് കാണും, നിൻ്റെ ചാനൽ ഒരു 1000 സബ്സ്ക്രൈബറുള്ള നിൻ്റെ ചാനൽ ആരറിയാൻ ആര് കാണാനാ നിൻ്റെ ചാനൽ? ഈ കണക്കിനാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. ഈ കണക്കിനാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. ആര് കാണും, നിൻ്റെ മോന്ത എന്തോ പോലെ ഇരിക്കണം. എൻ്റെ മോന്ത ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങളാരും എൻ്റെ മോന്ത കണ്ട് വിഷമിക്കണ്ട. എൻ്റെ മോന്ത എനിക്ക് ദൈവം തന്ന സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ സൗന്ദര്യത്തിൽ നിന്ന് ജീവിക്കാൻ എനിക്കറിയാം. എനിക്ക് ഇനിയിപ്പോൾ കല്യാണമൊന്നും ഞാൻ കഴിക്കാൻ പോകണില്ല സൗന്ദര്യം കൂടുതൽ വെച്ചിട്ട്. എനിക്ക് സൗന്ദര്യം കൂട്ടി വേണമെങ്കിൽ ഇതിൽ ഫിൽറ്റർ ഇട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ എനിക്കറിയാം. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എപ്പോൾ ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നേച്ചാൽ മതി. അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ അങ്ങ് ഇരുന്നേച്ചാൽ മതി.
പറയുന്നതിനൊക്കെ ഒരുമാതിരി മര്യാദ വേണം കേട്ടോ. കമൻ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്തും വിളിച്ച് ഒരു മനുഷ്യനെ പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ പറയണ നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ആ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ മുഷറ ഫാത്തിമയ്ക്ക് ചെയ്താണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താണ്. അവർ ചെയ്ത അതേ തൊഴിൽ ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തി എന്നാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് കുറേ പേർക്ക് അത് മനസ്സിലായില്ലെന്ന് പറഞ്ഞ്, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു വേറൊരു പ്രസിദ്ധ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാതെ പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ പറയാതെ എന്നും പറഞ്ഞില്ല. എനിക്കറിയാം ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണതെന്ന്. ആ ആളിൻ്റെ പേരോ എനിക്ക് അവരെ പറഞ്ഞിട്ട് ഒരു റീച്ച് എനിക്ക് വേണ്ട. എനിക്ക് അവരെ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് താല്പര്യവും ഇല്ല അവരെക്കുറിച്ച് പറയാൻ. എനിക്ക് വേറെ ജോലികളുണ്ട്. എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. ഞാൻ എൻ്റെ സമയമില്ലാത്ത സമയത്താണ് ഞാൻ വന്ന് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ആഴ്ചയിൽ 2-3 വീഡിയോസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദിവസം വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല. പിന്നെ എനിക്ക് സമയം കിട്ടും പോലെ ഞാൻ ചെയ്യും. എന്ന് വെച്ചിട്ട് ഞാൻ യൂട്യൂബിനകത്ത് രാപകലില്ലാതെ കിടക്കുന്ന ആളല്ല. എനിക്ക് അതിനുള്ള സമയമില്ല. എനിക്ക് നല്ലതായിട്ട് പിടിപ്പത് പണി ചെയ്യുന്ന ആളാണ് ഞാൻ കേട്ടോ. പിന്നെ ഒരാളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുമ്പോൾ കുറച്ച് മര്യാദയൊക്കെ കാണിക്കാം. എൻ്റെ സൗന്ദര്യം എനിക്ക് ദൈവം തന്ന സൗന്ദര്യമാണ്. എനിക്കത് സൗന്ദര്യം ഇല്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം. എൻ്റെ കുഞ്ഞുങ്ങൾ സഹിക്കും, എൻ്റെ വീട്ടുകാർ സഹിക്കും, എൻ്റെ കൂട്ടുകാർ സഹിക്കും. എനിക്ക് സൗന്ദര്യം ഇല്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചോളാം. അതിന് നിങ്ങളാരെയും വിഷമിക്കണം. നിങ്ങൾ സൗന്ദര്യമുള്ളവരെ പോയി നോക്കിക്കോ, അവരെ ചാനലിൽ പോയി കണ്ടോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെന്ത് കുഴപ്പം? പിന്നെ നിങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ചാനലിൽ നിർത്തിയിട്ട് നിങ്ങൾ വേറെന്തെങ്കിലും പണിക്ക് പോവാം. ഞാൻ വേറെന്ത് പണിക്ക് പോണില്ലയോ എന്നൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? എന്നെക്കുറിച്ച് എന്തറിയാം? ഈ കമൻ്റ് ഇടുന്ന ചേച്ചിമാരായാലും ശരി, ആരായാലും ശരി, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം കേട്ടോ. അല്ല യൂട്യൂബും കൊണ്ട് മാത്രം ഇരിക്കുന്ന ആളല്ല. എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടാറൊന്നും ആയിട്ടില്ല. ഞാൻ യൂട്യൂബിൻ്റെ ഇതുവരെ മേടിച്ചിട്ടുമില്ല. അപ്പം ഒന്നും അറിയാതെ ഒരു മനുഷ്യനെ ആക്ഷേപിക്കല്ലേ കേട്ടോ. ഞാൻ ചെറിയ ചാനലാണോ വലിയ ചാനലാണോ എന്നുള്ളതൊക്കെ പുറകാലം മനസ്സിലാവും. എൻ്റെ ദൈവം എൻ്റെ ചാനൽ കയറി വരണമെന്ന്, എന്നെ ദൈവം അനുഗ്രഹിച്ച് എൻ്റെ ചാനൽ കയറി വരണമെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് വന്നോളും. എല്ലാവരും ഇപ്പോൾ വന്ന ഉടനെ പിന്നെ 1 ലക്ഷം സബ്സ്ക്രൈബറേയും അല്ലെങ്കിൽ 10,000 കണക്കിന് സബ്സ്ക്രൈബറേയും കൊണ്ടല്ലോ വരുന്നത്. എല്ലാം 1, 2, 3 ഇങ്ങനെ തുടങ്ങി തന്നെയല്ലേ വന്നത്. പിന്നെ 1000, 500 ആ കണക്കിനല്ലേ വന്നത്. ഫസ്റ്റ് 1, 2, 3 എന്നല്ലേ വരുന്നത്. അങ്ങനെയല്ലേ എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. ഇപ്പം ഈ 1 ലക്ഷത്തിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആവുന്നത്. മനുഷ്യനെ മനസ്സിലാക്കണം ആദ്യം. നിങ്ങൾ കാണുന്ന ഈ പുറമേ കാണുന്ന ആൾക്കാരൊന്നും അല്ല. പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്നു പറയും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു മനസ്സിൻ്റെ ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പിന്നും പറയുകയാണ്, ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എൻ്റെ ചാനലിൽ ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. എൻ്റെ അഭിപ്രായം ഞാൻ മുഷറ ഫാത്തിമയെ ഞാൻ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അല്ല അവരെ കുറ്റം പറഞ്ഞിട്ടല്ല ഞാൻ സംസാരിച്ചത്. അവരെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതേ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോസ് ഫുള്ള് കാണാതിരുന്ന് ഓരോരുത്തരെ കുറ്റം പറയരുത്. വീഡിയോയുടെ എവിടെയെങ്കിലും ചെന്നിരുന്ന് മുക്കും മൂലയും കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് കമൻ്റ് ഇടരുത്. വീഡിയോയുടെ ഫുള്ള് കാണണം. ഞാൻ അവരുടെ ഇപ്പം ചെയ്യുന്ന ജോലി ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഷ്ടപ്പാട് എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഷ്ടപ്പെടുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു കൂട്ടർ പറഞ്ഞത് അവർക്ക് ഇപ്പം ഭർത്താവ് ഓടിപ്പോയാലോ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയാലോ മരിച്ചു പോയാലോ ഒക്കെ അവർക്ക് ഇന്ന് ജീവിക്കാൻ ഒരു അവസരങ്ങളുണ്ട്. ഒരു അവസരം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും, അല്ലെങ്കിൽ അല്ലാതെ അവരെ ആരെങ്കിലും ഒക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള അമ്മമാർക്കൊന്നും ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞത്. അല്ലാതെ ഇന്ന വ്യക്തികളെയൊന്നും ഞാനൊന്നും ആക്ഷേപിച്ചെന്നല്ല, ഞാനൊന്നും ആരെയും പറഞ്ഞിട്ടില്ല.
നിങ്ങൾ തന്നെ സ്വയമേ പറയുവാണെന്ന് തീരുമാനിച്ചിറങ്ങി കമൻറ്റ് ചെയ്ത എനിക്കൊന്നും പറയാനില്ല. അപ്പം ഈ ഈ എൻ്റെ മോന്ത മരമോന്തയാണ്, നിൻ്റെ മരമോന്തയാണ്, നിൻ്റെ മോന്ത ഇങ്ങനെ ഇരിക്കുന്നത്. നിന്നെ ആര് സബ്സ്ക്രൈബ് ചെയ്യും? നിന്നെ ആരെങ്കിലും നാട്ടിൽ അറിയുമോ? അറിയുന്ന അപ്പം നിന്നെ ആരെ ഇത്രയും പേരെ അറിയും? നിന്നെ ആരറിയും എടി? ഇങ്ങനെയാണ് ചോദിച്ചത്. നിന്നെ ആരറിയും എടി? ഈ എടി പൊടി വാടി എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്കാരാണ് സ്വാതന്ത്ര്യം അധികാരം തന്നേക്കണത്? എന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് അധികാരവും സ്വാതന്ത്ര്യവും തന്ന്? നിങ്ങളുടെ മടിയിരുത്തിയാണോ എന്നെ പേരിട്ടത്? അല്ല, എന്നെ 28 കെട്ടിച്ചത് ആണോ? നിങ്ങളുടെ ഒന്നും കയ്യിൽ നിന്നും ഞാൻ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ല. ആ മേടിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടോട്ട് പോയി നിങ്ങൾ പറഞ്ഞേച്ചാൽ മതി. എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിന്ന് കമൻ്റ് ഇടണ്ട. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെ ഉദ്ദേശിച്ചെന്നാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ പേര് സഹിതം പറഞ്ഞിട്ടുണ്ട്. അവരെ വെച്ചിട്ടാണോ ഞാൻ പറഞ്ഞതെന്ന്? അവരെ വെച്ചിട്ട് അവരെ വീഡിയോസ് ഞാൻ വെച്ചു, അവരെ ഫോട്ടോ വെച്ചു, അവരെ പേര് പറഞ്ഞു. ഞാൻ അവരെ എൻ്റെ വീഡിയോയിൽ അവരെക്കുറിച്ച് പറഞ്ഞു? അപ്പോൾ ഒന്നും അറിയാതെയൊക്കെ ഈ വീഡിയോയുടെ മുക്കും മൂലയും പോയിരുന്ന് കണ്ടിട്ട് വന്ന് കമൻറ്റുകൾ എഴുതരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഒരു മനുഷ്യനെ ആക്ഷേപിക്കണതിന് ഇന്ന് വെളുത്ത് തുടുത്ത് ചുമന്ന് ലിപ്സ്റ്റിക്കും അടിച്ച് പുട്ടിയും അടിച്ച് വന്നൊക്കെ ആൾക്കാരിയ്ക്കുന്നുണ്ടെങ്കിലേ അതൊക്കെ ഒരു എത്ര സൗന്ദര്യമുള്ള മനുഷ്യരായാലും ഒരു ചെറിയ ചൂടുവെള്ളം വീണാൽ മതി നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടാൻ. അതും കൂടെ ഓർക്കുക. ഒരു ചെറിയ ആക്സിഡൻറ്റ് മതി നമ്മുടെ സൗന്ദര്യങ്ങൾ നഷ്ടപ്പെടാൻ. അതൊക്കെ ഓർക്കുക. ഈ എന്നെപ്പോലെയുള്ള പാവങ്ങളെയൊക്കെ ആക്ഷേപിക്കുമ്പം കുറച്ച് അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ് എല്ലാവരും. ഇതിൽ നിന്നൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിക്കണുള്ളൂ. എന്നുവെച്ചാൽ ഇതിലപ്പുറവും ഓരോരുത്തരെ പറഞ്ഞത്, ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞത്, റിയാക്ഷൻ ചെയ്യണ വീഡിയോസ് ചെയ്യണ ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പിന്നെ എന്നെ ഇത്രയല്ലേ പറഞ്ഞോളെന്ന് ഞാൻ അങ്ങ് സമാധാനിക്കുകയാണ്. പിന്നെ ദൈവം തരുന്നതാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മുഖത്ത് കാണുന്ന ഈ മുഖത്ത്, എൻ്റെ മുഖത്ത് സൗന്ദര്യം ഉണ്ടെന്നല്ല, നിങ്ങൾ ഈ പുറമേ മുഖത്ത് കാണുന്ന സൗന്ദര്യമല്ല, അവരുടെ ഹൃദയം നന്നായിരിക്കണം. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാളെ ഹൃദയം നന്നായിരിക്കണം ആദ്യം, എന്നിട്ടേ അവരുടെ മുഖത്ത് സൗന്ദര്യം നോക്കാവൂ കേട്ടോ. എനിക്ക് സൗന്ദര്യമില്ലെങ്കിൽ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയോ അല്ല എൻ്റെ അപ്പനോ എൻ്റെ കൂടപ്പിറപ്പുകളോ എൻ്റെ കുഞ്ഞുങ്ങളോ ഒക്കെ സഹിച്ചോളൂ. നിങ്ങളാരും എന്നെ സഹിക്കേണ്ട കാര്യമില്ല. എനിക്കുള്ള സൗന്ദര്യം മതി. ഈ സൗന്ദര്യം തന്നെ എനിക്ക് അധികമാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് ആരും പഴിക്കാത്തൊരു സൗന്ദര്യം ഉണ്ടെന്ന്. ആരും പഴിക്കണവരുണ്ടാവും. എൻ്റെ മനസ്സിൽ എനിക്ക് സൗന്ദര്യമുണ്ട്, അത് മതി. എനിക്ക് എൻ്റെ സൗന്ദര്യത്തിനെ സൗന്ദര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്, നല്ല വിശ്വാസമുണ്ട് എൻ്റെ സൗന്ദര്യത്തിൽ, അത് മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എൻ്റെ സൗന്ദര്യം, എൻ്റെ മനസ്സിൽ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്. ഓക്കെ. അപ്പം വീഡിയോസിനുള്ള തക്ക റിപ്ലൈ എന്ന് പറഞ്ഞാൽ വ്യക്തത ഞാൻ തന്നിട്ടുണ്ട്. ഉഷറ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചത്. മറ്റുള്ള ഒരു വ്യക്തിയുടെ കാര്യം കൂടെ നിങ്ങൾ കമൻറ്റിൽ പറയുന്നുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരു കമാന്നൊരു അക്ഷരം എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളായിട്ട് തന്നെ ആ വ്യക്തിയുടെ പേര് കൊണ്ടുവന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോരുത്തരുടെ അടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അത് സത്യമാണെന്ന്. പക്ഷെ നിങ്ങൾ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഒരാൾ ആക്ഷേപിക്കുമ്പം കുറച്ചുകൂടെയൊക്കെ മര്യാദയ്ക്കും ഒക്കെ ആക്ഷേപിക്കാം. അടിച്ചമർത്തുമ്പം പാവങ്ങൾ എവിടെയെങ്കിലും കയറി വരുമ്പോഴത്തേന് അവരെ അടിച്ച് അമർത്താനാണ് നോക്കുന്നത്. വലിയ വലിയ ആൾക്കാർക്ക് ഈ ലോകത്ത് ജീവിച്ചാൽ മതിയോ? പാവങ്ങളും കൂടെ ജീവിക്കട്ടെ. വലിയ ആൾക്കാർ വളർന്ന് പന്തലിച്ച് പോയാൽ മതിയോ? പാവങ്ങളും കൂടെ കയറി വരണ്ടേ? അതോ കാശുള്ളവരും ഒരു 10-20 ലക്ഷം സബ്സ്ക്രൈബ് ഉള്ളവരും ജീവിച്ചാൽ മതിയോ? എൻ്റെ ചാനൽ കുഞ്ഞു ചാനലാണ്, ആരും അറിയാത്തൊരു ചാനലാണ്. എന്നെങ്കിലും ആരെങ്കിലും അറിയട്ടെ, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കിപ്പം ആരെയും പറഞ്ഞ് കിടന്ന് റീച്ച് ഉണ്ടാക്കി ചാനൽ വളർത്തേണ്ട കാര്യമില്ല. അത് ചാനൽ വളരുമ്പം വളർന്നോട്ടെ, എൻ്റെ ചാനൽ വളർന്നോട്ടെ.
വേറുള്ളവരോട് പറഞ്ഞു കിടന്ന് റീച്ച് ഉണ്ടാക്കി എൻ്റെ ചാനൽ വളർത്തണ്ട. പിന്നെ ഇത്രയും പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഇതിലാരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ഇനി വിഷമിച്ചുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വിഷമിക്കുക ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മുഷറ ഫാത്തിമയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ഒരാൾ വന്ന് കമൻ്റ് ഇട്ട് ഞാൻ അവരെ റബ്ബർ പാലെടുക്കുന്നെന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്ത അതേ, പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ചെയ്ത അതേ തൊഴിൽ അവരെന്നെ ഇപ്പം ചെയ്യുന്നത്. ആ തൊഴിൽ എത്രമാത്രം വിഷമമുണ്ട്, എത്രമാത്രം അത് പാടുള്ള ജോലിയാണെന്ന് അത് ചെയ്ത് നോക്കുന്നവർക്കേ അറിയാമെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നും വന്ന് എന്നെ മോശക്കാരിയാക്കാനെ കൊണ്ട് വന്ന് ഓരോരുത്തർ കമൻറ്റ് എഴുതിയിരുന്നത്. കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ആ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യും. എനിക്ക് കാണാൻ വയ്യ എന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഏറ്റുവാങ്ങുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോടൊന്നും വായിട്ടലയ്ക്കാനും, എനിക്ക് നിങ്ങളോടൊന്നും മറ്റുള്ള ചാനലുകാർ കിടന്ന് വഴക്കിടുന്ന പോലെ എനിക്ക് വഴക്കിടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിന് വന്ന ആളുമല്ല. എനിക്ക് നല്ല ജോലിയുണ്ട്. നല്ല ജോലി എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തന്നെ എനിക്ക് വയ്യ ചെയ്യാനും. പിന്നെ സംസാരിക്കാനും തീരെ ആരോഗ്യമൊക്കെ കുറവാണ്. ഇച്ചിരി നേരം സംസാരിക്കുമ്പോൾ എനിക്ക് ക്ഷീണം വരും. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും വയ്യ. എനിക്ക് നിങ്ങളോടൊന്നും ഒരുപാട് സംസാരിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് എന്നെ ദൈവത്തെ ഓർത്ത് അറ്റാക്ക് ചെയ്യാൻ വരരുത്. കമൻ്റ് ഇട്ട് മെഴുകാൻ എൻ്റെ അടുത്തോട്ട് വരരുത്. എനിക്കതിനൊന്നും മറുപടി തരാൻ വയ്യ. ഇനി ഞാൻ ഈ വിഷയം ഞാൻ ഇവിടെ സംസാരിക്കണമല്ല. പിന്നെ കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം ഇതാണ് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കെന്നാൽ നമ്മളാരും പറയണേന്ന് മനസ്സിലാവില്ല. വേറുള്ളവരൊക്കെ പറയണത് മാത്രമേ മനസ്സിലാവുള്ളൂ. കുഞ്ഞു ചാനലുകാരൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അത് മനസ്സിലാവും. അപ്പം എൻ്റെ ആദ്യം തൊട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇത്രയും പറഞ്ഞതിന്. ഇത്ര എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. എനിക്കങ്ങനെ ആരെയും കുറ്റം പറഞ്ഞോ കുറവ് പറഞ്ഞോ എന്ന് എനിക്ക് റീച്ച് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ വളരെയധികം ഒതുങ്ങി എൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള വിഷയങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ ജോലിയുടെ വിഷയങ്ങളും പിന്നെ അതൊക്കെയാണ് ഞാൻ എൻ്റെ ഇതിലൂടെ കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ കുടുംബകാര്യങ്ങളൊന്നും എനിക്ക് ചാനലിൽ വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ജോലിയുടെ കാര്യങ്ങളും പിന്നെ എനിക്ക് കുറച്ച് കുക്കിങ് അതൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൽ വന്ന് നിങ്ങളോടൊന്ന് മല്ല് പിടിക്കാനോ നിങ്ങളോടൊന്ന് വഴക്കിടാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്കിട്ട് സമയവും ഇല്ല. അതിനുള്ള സമയമില്ല, എനിക്ക് താല്പര്യമില്ല. അതിനുള്ളൊന്നും ചുറ്റുപാടിലും അല്ല ഞാൻ ജീവിക്കുന്നത്. വഴക്കിട്ടൊന്നും ജീവിക്കാനുള്ള ചുറ്റുപാടല്ല. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യണത് വരെ വളരെ സീക്രട്ടായിട്ട് വളരെ അടക്കത്തിൽ ഒതുങ്ങിയിരുന്ന് ചെയ്യുന്ന ആളാണ് ഞാനല്ലാതെ എല്ലാവരെയും എടുത്തിട്ട് പിന്നെ ആക്ഷേപം പറയാനോ, ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ഒരു സമാധാനത്തോടു കൂടി ഒരു വീഡിയോ ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം ഉള്ള ആളല്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ടൈം പാസും പിന്നെ എന്തെങ്കിലും ഒരു വരുമാന മാർഗം, ഇത് ഒരു വരുമാന മാർഗം കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. അല്ല നിങ്ങളോടൊന്ന് മല്ല് പിടിക്കാനോ നിങ്ങളുടെ കമൻറ്റിനൊന്നും ഉത്തരം പറയാനൊന്നും എനിക്ക് വയ്യ. ഞാനങ്ങനെ എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ. അപ്പം ആരെങ്കിലും ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ആരെ വിഷമിപ്പിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും കൂടെ എന്നെയാണ് വിഷമിപ്പിച്ചത്, എന്നെയാണ് മാനസികമായിട്ട് ഇപ്പോൾ വിഷമിപ്പിച്ചത്. അതൊന്നും സാരമില്ല. നിങ്ങൾക്കൊക്കെ പാവങ്ങളുടെ അല്ലേ നിങ്ങളെല്ലാം നോക്കി വെച്ചേക്കണം. നല്ല ഹോട്ടലിൽ കയറി ഉണ്ണാൻ പോകത്തില്ലെന്ന് പറഞ്ഞ പോലെ നല്ല ഹോട്ടലിലോട്ട് കയറി ചെന്നാൽ നല്ല കൂട്ടാനും കറിയൊക്കെ കിട്ടിയെന്നിരിക്കും. അതുകൊണ്ട് നമ്മളാകുമ്പോഴത്തേന് പിന്നെ ഒരു സൈഡിലൂടെ അങ്ങ് പൊക്കോളും. പിന്നെ ആരും അറിയാത്തൊരു ചാനൽ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നലുണ്ടാവും അല്ലേ. ആ തോന്നലൊക്കെ വെറുതെയാണ് കേട്ടോ. അപ്പം കുരങ്ങൻ്റെ മുഖമുള്ള എൻ്റെ കുരങ്ങിൻ്റെ മുഖമാണെന്നാണ് പറയണത്. എല്ലാവരും സൂക്ഷിച്ച് കണ്ടോ. ഇനി മനുഷ്യ കുരങ്ങിനെ കണ്ടില്ല എന്ന് പറയണ്ട. എല്ലാവരും സൂക്ഷിച്ച് നോക്കിയോ. ഇതാണ് എൻ്റെ കുരങ്ങിൻ്റെ മുഖം. കുരങ്ങിൻ്റെ മുഖമാണ് എനിക്ക്
എൻ്റെ ചാനൽ ആര് കാണും? അപ്പോൾ മനുഷ്യക്കുരങ്ങിനെ കാണാത്തവർ കണ്ടോളൂ. ഇതാണ് മനുഷ്യക്കുരങ്ങ്. അപ്പം പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിലും മക്കള്, കൊച്ചുമക്കള്, മരുമക്കള്, പെൺമക്കള്, ഇത് ആണാണോ പെണ്ണാണോ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ആരായാലും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പറഞ്ഞതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എല്ലാവർക്കും ടാറ്റ. എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ. ആരോടും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സ്വഭാവം, എന്നെ പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ആളല്ല. ഞാൻ പുറത്ത് പറയുക തന്നെ ചെയ്യും. അത് പറഞ്ഞു തീർക്കും. അല്ലാതെ ഈ മനസ്സിൽ വെച്ചിട്ട് സ്വഭാവം കാണിക്കത്തില്ല, മനസ്സിൽ വെച്ച് പെരുമാറത്തില്ല. അത് അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, എൻ്റെ മനസ്സിൽ നിന്ന് അത് തീർന്നു. ഞാൻ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളല്ല. അതാണ് ഞാൻ. പിന്നെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് അവരോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ആ സ്വഭാവമുള്ള ആളല്ല ഞാൻ. പറയാനുള്ളത് പറയും. അത് ആരോടായാലും പറയും. പറഞ്ഞ് അവിടെ തീർക്കും. അതാണ് എൻ്റെ രീതി, എൻ്റെ സ്വഭാവം. അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. ഓക്കെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം കുരങ്ങച്ചി പോട്ടെ. ടാറ്റാ. കുരങ്ങച്ചി ഇതാ ടാറ്റാ.